ഇതില് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, സാധാരണഗതിയിൽ ഇങ്ങനെ പിടികൂടുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ആഴ്ചയിൽ വന്ന ശിക്ഷാവിധിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹാഷിച്ചു പിടിച്ച ഒരു കേസിൽ 2018 അതിൽ കന്യാകുമാരി സ്വദേശിനിയായ ഒരു 29 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും പാലക്കാട് കോടതി വിധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, തിരുവനന്തപുരം കോവളത്തിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടിച്ച ഒരു കോട്ടയം സ്വദേശിയായ ഒരാൾക്ക് 26 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം കോടതി വിധിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ പ്രേക്ഷകർ വിചാരിക്കും ഇതൊക്കെ പിടിക്കുന്നതല്ലേ ഉള്ളൂ, അവർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ലല്ലോ എന്നൊരു സംശയം നമ്മുടെ പ്രേക്ഷകർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടികൂടുന്ന ഏതൊരു വ്യക്തിക്കും സാധാരണഗതിയിൽ റിമാൻഡ് പീരീഡിൽ തന്നെ ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അങ്ങോട്ട് നീണ്ടു പോകാറില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 മാസം വരെയൊക്കെ റിമാൻഡ് വരും. അതിനുശേഷം ഇത്തരത്തിൽ 10 വർഷം, 20 വർഷം, 26 വർഷമൊക്കെ ശിക്ഷ വിധിച്ച് അവരുടെ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ് സാധാരണ അവർക്ക് സംഭവിക്കുന്നതെന്ന് ദയവായി ഇതുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക. അതെ, ഉറപ്പായിട്ടും. കാരണം താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഇത് ഈ പറഞ്ഞ പോലെ പിടികൂടുന്നുണ്ട് എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നീട് ഇവർ എവിടെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവർക്കൊക്കെ കൃത്യമായ ഒരു ശിക്ഷാ നടപടിയൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അപ്പോഴും ഈ ആളുകൾ പിന്നെയും പിന്നെയും ഇത് ഉപയോഗിക്കാനുള്ള ആളുകൾ അപ്പോഴും കുറയുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ലാഭം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യത്തെ ബേസ് ചെയ്താണ് മയക്കുമരുന്ന് ലോബി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം, മറ്റൊന്നുമില്ല. ആരുടെ മക്കൾക്ക് ഭ്രാന്ത് വന്നു പോയാലും, ആരുടെ മക്കൾ ആത്മഹത്യ ചെയ്താലും അതൊന്നും അവരെ സംബന്ധിച്ച് ബാധകമല്ല. അവർക്ക് പണം ഉണ്ടാക്കുക എന്ന് മാത്രം. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി ഇതിന് അകപ്പെടുന്ന സമയത്ത് മാത്രമേ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, ഒരു 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സേഫ് ആക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളും ബന്ധുക്കളും അധ്യാപകരും ഒരുമിച്ച് നിന്ന് സർക്കാരിന്റെ കൂടെ സംരക്ഷണയോടുകൂടി അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രം. മാറ്റി നിർത്തുക മാത്രമേ ഉള്ളൂ. ഇതിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരെയോ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നുകൂടി മനസ്സിലാക്കാം. അവരുടെ ജീവിതം അതോടുകൂടി തകർന്നു പോവുകയാണ്. അതാണ്, ഈ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നെ തിരികെ വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിലേക്കൊന്നും പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഈ ലഹരി ഉപയോഗം അതിൽ പ്രത്യേകിച്ച് യുവാക്കൾ തന്നെ ഇതിൽ എത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ ഈ പണം കണ്ടെത്തുക. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൽകി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് പണം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണോ ഇതിൻ്റെയൊക്കെ ഒരു ഇപ്പോഴും യുവാക്കൾ ഇതിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ കാരണമായി നമുക്ക് പറയേണ്ടത്? അല്ല, ആദ്യത്തെ ഘട്ടം അതല്ല, പണത്തെ ലക്ഷ്യം വെക്കുന്നതല്ല. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവരെ ഇതിൽ ട്രാപ്പിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. ഇവരെ ട്രാപ്പിൽ പെടുത്തുക. അപ്പൊ അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുക, അതിന്റെ സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുക, അതിന്റെ സുഖം മാത്രമാണ് ആദ്യ ഘട്ടങ്ങളിൽ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ ഇത് എന്തോ വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കുക, ഞാനൊരു ഹീറോയാണെന്ന് കരുതുക, സമൂഹത്തിൽ ഞാനൊരു വലിയ മനുഷ്യനാണെന്ന് അവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ ഒരു 1-2 മാസം ഇവരെ ഇതിനകത്ത് കുരുക്കിയതിന് ശേഷം മാത്രമാണ് ഇവരെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, വിൽപ്പനക്കാരനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പണം കിട്ടുന്നത്. അപ്പൊ പണം കിട്ടുമ്പോൾ ഇവർക്ക് വീണ്ടും കുറച്ചുകൂടെ സുഖാനുഭവം വരുന്നു. എനിക്ക് മയക്കുമരുന്നിന്റെ സുഖം കിട്ടുന്നു, ധാരാളം പണം കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്താണ് പിന്നെ അവരുടെ നീക്കം മൊത്തം നടക്കുന്നത്. അപ്പൊ കുടുംബത്തിലുള്ളവരെ മറന്നു പോകുന്നു, കൂടെയുള്ളവരെ മറന്നു പോകുന്നു, സഹോദരങ്ങളെ മറന്നു പോകുന്നു, ഈ ശിക്ഷയെക്കുറിച്ച് മറന്നു പോകുന്നു. അങ്ങനെ ഇതൊരു മായികമായ ലോകത്തിൽ ചെന്ന് പെട്ടുപോകുന്ന ചെറുപ്പക്കാരൻ തിരിച്ചുവരവ് അസാധ്യമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.